ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ എൻ്റെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങൾ നിന്നോട് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മേഘൻ സ്നേഹം അഭിനയിച്ച് കണ്ണനെ ഒരു വിജനമായിട്ടുള്ള സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. മേഘൻ കണ്ണൻ സാറിനെ അപായപ്പെടുത്താനായിരിക്കുമോ കൊണ്ടുപോകുന്നത് എന്ന് പേടിക്കുന്ന സാഗരാണെങ്കിൽ വേഗം തന്നെ മാർക്കോയെ വിവരമറിയിക്കാനും തീരുമാനിക്കുന്നു. പിന്നീട് മഞ്ജുവിൽ നിന്നും കാര്യങ്ങളെല്ലാം അറിയുന്ന മഹി ആകെ ഭയപ്പെടുന്നുണ്ട്. ഗുണ്ടകളെ അറേഞ്ച് ചെയ്ത് നിർത്തി കണ്ണേട്ടനെ അപായപ്പെടുത്താനായിരിക്കുമോ മേഘൻ കൊണ്ടുപോയിരിക്കുന്നത് എന്ന് ആലോചിച്ച് വല്ലാതെ തന്നെ ടെൻഷൻ അടിക്കുന്നുണ്ട് കേട്ടോ മഹി. കണ്ണേട്ടനെ രക്ഷിക്കാനായിട്ട് മാർക്കോ എന്തായാലും എത്തും, നീ പേടിക്കാതിരിക്കുന്നു പറഞ്ഞുകൊണ്ട് ലേഖയും കണ്ണേട്ടൻ ഇപ്പോൾ പഴയ ആളല്ല, മേഘൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തിരിച്ച് നല്ലത് കൊടുക്കാനുള്ള ആരോഗ്യം ഇപ്പോൾ കണ്ണേട്ടനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു മഹിയെ സമാധാനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും മഹിയുടെ ഭീതി വിട്ടൊഴിയുന്നില്ല. തുടർന്ന് മഹി പറഞ്ഞത് പ്രകാരം മഞ്ജു കണ്ണൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും മേഘൻ കൂടെയുള്ളത് കൊണ്ട് തന്നെ മഞ്ജുവിനോട് മുഷിഞ്ഞ് സംസാരിക്കുകയാണ് കണ്ണൻ ചെയ്യുന്നത്. മേഘനാണെങ്കിൽ കണ്ണനെയും കൊണ്ട് വിജനമായിട്ടുള്ള സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മേഘൻ്റെ വാക്കുകളിൽ നിന്നും അവനെല്ലാം അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം കണ്ണന് തോന്നും ചെയ്യുന്നുണ്ട്. അങ്ങനെ വിജനമായിട്ടുള്ള ആ സ്ഥലത്ത് എത്തിയതിന് ശേഷം മേഘൻ കാറിൽ നിന്നും ഇറങ്ങുന്നു. നീയും ഇറങ്ങുക കണ്ണ എന്ന് മേഘൻ പറയുമ്പോൾ എനിക്ക് എങ്ങനെ ഇറങ്ങാൻ കഴിയുമെന്ന് കണ്ണൻ പറയുന്നതും അത് ശരിയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മേഘൻ കാറിൽ നിന്നിറങ്ങി കണ്ണൻ്റെ വീൽ ചെയർ എടുക്കുന്നു. ഇതേ സമയം സാഗർ മഞ്ജുവിനെ വിളിച്ചിട്ട് മാർക്കോയോട് എല്ലാം പറഞ്ഞിട്ടുണ്ടെന്നും അവൻ കണ്ണൻ സാറിനെ എവിടേക്കാണ് ആണെങ്കിലും കൂട്ടിക്കൊണ്ടുപോയാലും മാർക്കോ എത്തി കണ്ണൻ സാറിനെ രക്ഷിക്കും എന്നും പറയുന്നുണ്ട്. തുടർന്ന് മഞ്ജു വിവരം മഹിയെ അറിയിക്കുന്നു. ഏട്ടത്തി സമാധാനമായിട്ടിരിക്കുക, കണ്ണേട്ടന് ഒന്നും സംഭവിക്കില്ല, മാർക്കോ അവരുടെ പുറകെ പോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്നാൽ മഞ്ജു നീ ഒന്ന് മാർക്കോയെ വിളിച്ചു നോക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. അങ്ങനെ മഞ്ജു ഉടനെ തന്നെ മാർക്കോയെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആണെന്നാണ് കാണുന്നത്. അതായത് മാർക്കോ വിവരം അറിഞ്ഞ് ആ ഒരു റേഞ്ച് ഇല്ലാത്ത സ്ഥലത്തായതുകൊണ്ട് തന്നെ മഞ്ജുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. വീണ്ടും കണ്ണനെ വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല കേട്ടോ. തുടർന്ന് മാർക്കോ കണ്ണേട്ടൻ്റെ പുറകെ പോയിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്, പക്ഷേ മാർക്കോയുടെ ഫോണും സ്വിച്ച്ഡ് ഓഫ് ആണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മഹി ചങ്ക് പൊട്ടി കരയുമ്പോൾ കണ്ണേട്ടന് ഒന്നും സംഭവിക്കില്ല ഏട്ടത്തി, ഇതിലും വലിയ പ്രതിസന്ധികൾ തരണം ചെയ്തു വന്ന ആളല്ലേ കണ്ണേട്ടൻ, കണ്ണേട്ടന് ഒരു പോറൽ പോലും ഏൽക്കാതെ മാർക്കോ രക്ഷിച്ചു കൊണ്ടുവരും, ഏട്ടത്തി സമാധാനമായിട്ടിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും കാലനെ പോലെ ഒരുത്തനോടൊപ്പമാണ് കണ്ണേട്ടൻ പോയിരിക്കുന്നത്. അതാണ് എനിക്ക് പേടി, എൻ്റെ അയ്യപ്പസ്വാമി കണ്ണേട്ടന് ഒരാപത്തും വരുത്താതെ എന്ന് പറഞ്ഞുകൊണ്ട് മഹി ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് കണ്ണന് വേണ്ടി. അങ്ങനെ വിവരമറിഞ്ഞ് ആ സ്ഥലത്തേക്ക് വിജനമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാർക്കോയും എത്തുന്നുണ്ട്. അപ്പോൾ മാർക്കോയെ കാണുമ്പോൾ തന്നെ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ മേഘൻ. തുടർന്ന് കണ്ണനെ പറഞ്ഞു വിടുന്നതിന് മുൻപ് തന്നെ ഇവനെയും എങ്ങനെയെങ്കിലും പറഞ്ഞു വിടണമെന്നെല്ലാം മനസ്സിൽ പദ്ധതി ഒരുക്കുന്നുണ്ട് മേഘൻ. തുടർന്ന് നീ എവിടേക്കാടാ കണ്ണൻ സാറിനെയും കൊണ്ട് പോകുന്നത്, ഞാൻ പലതവണ നിനക്ക് മുന്നറിയിപ്പ് തന്നതാണ് കണ്ണൻ സാറിനെ വെറുതെ വിടണമെന്ന്, നിനക്ക് ഇതുവരെ കിട്ടിയതൊന്നും പോരാ അല്ലേ എന്ന് മാർക്കോ ചോദിക്കുമ്പോൾ അയ്യോ മാർക്കോ, ഞാൻ കണ്ണനെ അപായപ്പെടുത്താൻ കൊണ്ടുപോകുന്നൊന്നുമല്ല, നീ വെറുതെ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, കണ്ണൻ ഇപ്പോൾ എൻ്റെ ചങ്കാണ്, പിന്നെ അവനോട് എൻ്റെ മനസ്സിലെ ചില സങ്കടങ്ങൾ തുറന്നു പറയണമെന്ന് തോന്നി, അതാ ഞാൻ അവനെയും കൂട്ടിക്കൊണ്ടു വന്നത്, മഹാലക്ഷ്മിയോട് മാത്രമേ എനിക്ക് വേണമെങ്കിലും ശത്രുതയുള്ളൂ, പിന്നെ ഞാനും കണ്ണനും ബന്ധുക്കളിലെ ഞങ്ങൾ കളിക്കൂട്ടുകാരാണ്, ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചു വളർന്നത് എന്നൊക്കെ മേഘൻ ഇങ്ങനെ പറയുമ്പോൾ വേറെ ആരെ വിശ്വസിച്ചാലും നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല മേഘ, അതുകൊണ്ട് നിനക്ക് കണ്ണൻ സാറിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ എൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞാൽ മതി, നീ സാറിനെയും കൊണ്ട് എൻ്റെ ബൈക്കിനെ ഫോളോ ചെയ്ത് വന്നാൽ മതി എന്ന് മാർക്കോ പറയുമ്പോൾ തന്നെ മേഘൻ അതിന് സമ്മതിക്കുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഒരു വെടിക്ക് രണ്ട് പക്ഷി, എൻ്റെ മുന്നിൽ വന്ന് രണ്ട് പക്ഷിയാണ് എൻ്റെ മുന്നിൽ വന്ന് പെട്ടിരിക്കുന്നത്, ഇവനെ ആദ്യം പരലോകത്തേക്ക് പറഞ്ഞു വിടണം, പിന്നെ കണ്ണൻ പാഞ്ഞു പോകുന്ന ഇവൻ്റെ ബൈക്കിലേക്ക് കാറ് കൊണ്ട് കയറ്റിയാൽ സ്പോട്ടിൽ അവൻ തീരും എന്ന ചതി മനസ്സിൽ പ്ലാൻ ചെയ്തുകൊണ്ട് മാർക്കോയുടെ പുറകെ പോകുന്നുണ്ട് കേട്ടോ മേഘൻ. അങ്ങനെ തൻ്റെ കാറ് മാർക്കോയുടെ ബൈക്കിലേക്ക് ഇടിച്ചു കയറ്റാണ് മേഘൻ ചെയ്യുന്നത്. അങ്ങനെ മാർക്കോ ബൈക്കിൽ നിന്നും വീഴുന്നത് കാണുമ്പോൾ കണ്ണനാണെങ്കിൽ മാർക്കോ എന്ന് വിളിച്ചുകൊണ്ട് നിലവിളിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ സിദ്ധിയായിട്ടുള്ള അമ്മയാണെങ്കിൽ കണ്ണനും അതുപോലെ തന്നെ മാർക്കോയ്ക്കും വേണ്ടി പ്രാർത്ഥനയോടെ ഇരിക്കുന്നുണ്ട്. മാർക്കോ വീണു എന്ന് കരുതി പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ മേഘൻ കാറിലിരുന്നു കൊണ്ട്. പക്ഷേ അമ്മ കൊടുത്ത ആ വേൽ കയ്യിലുള്ളത് കൊണ്ട് തന്നെ മേഘനെന്നല്ല ആർക്കും മാർക്കോയ്ക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കാനായിട്ട് കഴിയില്ല.
അങ്ങനെ മാർക്കോ ഒരു പോറൽ പോലും ഏൽക്കാതെ എഴുന്നേറ്റ് വരുന്നത് കണ്ട് ഭയന്ന് വിറയ്ക്കുന്നുണ്ട് കേട്ടോ മേഘൻ. തുടർന്ന് മേഘൻ കാറിൽ നിന്നും ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ മാർക്കോ പറയുന്നുണ്ട്, നീ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യും എന്ന് കരുതിയിട്ട് തന്നെയാടാ ഞാൻ നിന്നോട് എൻ്റെ ബൈക്കിനെ ഫോളോ ചെയ്തുകൊണ്ട് വരാൻ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കേട്ട് മേഘനാണെങ്കിൽ ഭയന്ന് മുട്ടിടിക്കുന്നുണ്ട്. തുടർന്ന് മാർക്കോ പറയുന്നുണ്ട്, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞതാണ് കണ്ണൻ സാറിന് മഹാലക്ഷ്മിക്കെതിരെ എന്തെങ്കിലും ഇനി നീ ചെയ്തു കഴിഞ്ഞാൽ നീ പിന്നെ ജീവനോട് കാണില്ലെന്ന്. ഇനി നിനക്ക് ഒരവസരം ഇല്ല മേഘ. നീ കണ്ണൻ സാറിനെ അപായപ്പെടുത്താൻ തന്നെയാണ് കൊണ്ടുപോയത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. അപ്പോൾ മാർക്കോയുടെ ആ വാക്കുകളിൽ കേട്ട് ശരിക്കും ഭയന്ന് വിറച്ച് നിൽക്കുന്നുണ്ട് മേഘൻ. ഇതേ സമയം നമ്മുടെ കണ്ണനും കാറിൽ നിന്നും ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് ശരിക്കും ഞെട്ടി വിറച്ച് നിൽക്കുകയാണ് മേഘൻ. കാരണം ആ ഗുണ്ട കണ്ണൻ നടക്കും എന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. പക്ഷേ ആ ഒരു കാഴ്ച ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കണ്ണൻ നടന്നു വരുന്നത് കണ്ട് ശരിക്കും ഞെട്ടി വിറയ്ക്കുന്നുണ്ട് മേഘൻ. അതായത് മാർക്കോയുടെയും കണ്ണൻ്റെയും ഇടയിൽപ്പെട്ട് ശരിക്കും അടിപതറി പോകുന്നുണ്ട് മേഘന്. കാരണം രണ്ടുപേരും നല്ല ആരോഗ്യമുള്ളവരാണ്. അവരിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളത് ഇനി അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. തുടർന്ന് കണ്ണൻ മേഘൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, നീ എന്താ മേഘ വിചാരിച്ചത്? നീ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഞാൻ വിശ്വസിച്ചു എന്നോ? നീ എന്നെ കൂട്ടിക്കൊണ്ടു വരുന്നത് എന്നെ അപായപ്പെടുത്താൻ വേണ്ടി തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. മാത്രമല്ല നീ മഹിയെയും പലതവണയായി എൻ്റെ ജീവിതത്തിൽ നിന്നും ഇല്ലാതാക്കാൻ നോക്കി. നീ കരുതുന്നത് പോലെ എല്ലാം ഞാനും മഹിയും എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും ചേർന്ന് നടത്തുന്ന നാടകം തന്നെയാണ് എന്ന് നിനക്കുള്ള അവസാന അന്ത്യം കുറിക്കാൻ വേണ്ടി തന്നെയാണ് ഞാനിവിടെ നിൻ്റെ അടുത്തേക്ക് വന്നത് എന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് നമ്മുടെ കണ്ണനും മാർക്കോയും ചേർന്ന് മേഘന് കണക്കിന് കൊടുത്ത് അവൻ്റെ അന്ത്യം കുറിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ കണ്ണനെയും മാർക്കോയെയും ഒറ്റയടിക്ക് കൊല്ലാം എന്ന് കണക്ക് കൂട്ടിയിരിക്കുന്ന മേഘന് അവൻ്റെ ജീവൻ തന്നെയാണ് അവിടെ വെച്ച് നഷ്ടപ്പെടുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ കിടിലനായിട്ടുള്ള ഈ ഒരു എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്